ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആണ്. അതായത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഫൈനലി നമ്മളതൊരു പാർക്കിലേക്ക് എത്തി. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഐസ്ലാൻഡ് പാർക്കിലേക്കാണ് പോയത്. ഇപ്പോൾ രണ്ടാളുള്ളതുകൊണ്ട് കുറച്ച് നേരം പാർക്കിൽ പോയി അങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു. ഇവർക്ക് ഇവരതായിട്ടുള്ള ആക്ടിവിറ്റി ആവും, ഞങ്ങൾ കുറച്ചൊരു വർത്താനം പറയാമെന്ന് വെച്ചിട്ടാണ് പോയത്. അങ്ങനെ ഫസ്റ്റ് കയറി ചെന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാല കണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പോയി ചെയ്തൊക്കെ പറഞ്ഞപ്പം സിനുവിന് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സിനുവിന് അതിൽ കയറാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം സിനു കയറിയില്ല. ജിനുവും അതുപോലെ തന്നെ അതും കയറി. ഇത് ഫസ്റ്റ് ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പം വിചാരിച്ച് ചെറുങ്ങനല്ലേ, അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ഇത് കറങ്ങി കഴിഞ്ഞപ്പം കുറച്ച് നേരം ഒന്ന് സ്പീഡ് കൂടിയപ്പോൾ അതുവിനും പേടിയാവാൻ തുടങ്ങി. ജിനുവിനും ഏകദേശം കറങ്ങി കഴിഞ്ഞപ്പോൾ മടുത്തിട്ടോ ഒരു വേഗം അതിൽ നിന്ന് ഇറങ്ങി. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് ചില സമയത്ത് പേടിയാണ്. അതായത് കൂടുതൽ സ്പീഡുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ കറങ്ങി കളിക്കുന്ന സമയത്തൊക്കെ പേടിയാവും. അപ്പോൾ കുഴപ്പമില്ല, രണ്ടാളും അതിൽ നിന്ന് ഇറങ്ങി വേഗം. അത് കഴിഞ്ഞ് സിനുവിനോട് ഞാൻ കുറേ ചോദിച്ചു കയറുന്നുണ്ടോ, അല്ല സിനു കയറുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ അവന് വേറെ എന്തെങ്കിലും ആണല്ലോ വേണ്ടത്. അപ്പോൾ വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്നത് ഈ ഒരു എന്തായിരുന്നു, ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ചോദിച്ചപ്പോൾ സിനു കയറണമെങ്കിൽ അവൻ്റെ കൂടെ ഞാനും കയറണം. അപ്പം ഞാൻ എന്താക്കി, ആദ്യം ജിനുവിനെ കയറ്റി. ജിനുവിനോട് കയറിക്കോളാൻ പറഞ്ഞ്. ജിനു ഇതിൻ്റെ മുകളിൽ കൂടി കയറി അപ്പുറത്തെത്തി. പക്ഷേ ഇതിൽ രണ്ടാമത്തേലാണ് ടാസ്ക് ഉള്ളത്. ഈ ഒരു ഇതിൻ്റെ മുകളിൽ കൂടി അവൾ കയറുന്നതെന്ന് വിചാരിച്ചു. കാരണം എന്നോട് ആദ്യം പറയാനുണ്ടായിരുന്നു ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഹൈറ്റിൻ്റെ മുകളിൽ കൂടി നടന്നു പോകണമെന്നൊക്കെ ഒന്ന് വിചാരിച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണല്ലോ, അങ്ങനെ കയറിക്കോടെ എന്ന് വിചാരിച്ച്. പക്ഷെ ഇവിടെ എത്തിയപ്പം ജിനുവിനൊരു പേടി മുന്നോട്ട് പോകാൻ. അതെങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കൂടെ നടന്നത്, അപ്പുറത്ത് പോകാമെന്നൊക്കെ ചോദിച്ചു ഒരുപാട് നേരം സംസാരിച്ചു തന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചതിന്, പക്ഷേ കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ കുറേ നേരം സംസാരിച്ച് നിന്ന് പിന്നെ ഈ ഒരു ചെറിയ മോനെ ഞാൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ജിനുവിന് കയറണമെന്ന് പിന്നെയും തോന്നി. കാരണം ചെറിയവൻ അങ്ങനെ നടന്നു പോകുന്നുണ്ടപ്പോൾ കയറി നടക്കും തോന്നിയാണ് ഞാനും പ്രോത്സാഹിപ്പിച്ച്. അങ്ങനെ അവസാനം ജിനു ഒന്ന് കയറി നോക്കി. ജിനു കയറി ഫസ്റ്റത്തേൻ്റെ മുകളിൽ കയറിയിട്ടേ ഉള്ളൂ. പക്ഷെ കയറിയപ്പോൾ തന്നെ ബാലൻസ് കിട്ടുന്നില്ല അടുത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ട ഇഷ്ടം കേറി കേറിയോക്കോളെ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഫ്രണ്ട് എന്നാ വന്ന് തട്ടുന്നുണ്ട് കാലിൻ്റെ മുകളിൽ. പോരാത്തതിന് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ അടുത്ത് പോയി പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഒരു കയ്യിൽ ആതുണ്ട്, പിന്നെ ഒരു കയ്യിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ചെയ്യാൻ വേണ്ടി അവൾ പറഞ്ഞില്ല. കാരണം പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഇറങ്ങിക്കോളാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെയ്തു നോക്കി കാരണം എൻ്റെ കൂടെ സിനു ഉണ്ടായിരുന്നു. സിനുവിന് ഞാൻ ഉണ്ടെങ്കിൽ ചെയ്യുന്നു പറഞ്ഞാൽ സിനു നിൽക്കുന്നത്. അപ്പം സിനുവിനെയും കൊണ്ട് കയറി. സിനു ആണെങ്കിൽ അതിൻ്റെ മുകളിലെത്തിയപ്പം ബാക്കോട്ട് പോകാൻ തുടങ്ങി. ഞാൻ എല്ലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിടിച്ച് വലിച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്ക് അത് കയറി നോക്കിയിട്ടെങ്കിൽ പറ്റില്ലെങ്കിൽ തിരിച്ചിറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ ഒന്ന് കയറി രണ്ടാമത്തേൽ എത്തിയപ്പോൾ അവന് പിന്നെ കുഴപ്പമില്ല. പക്ഷെ പകുതി എത്തിയപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ചോ. ഞാൻ പറഞ്ഞെങ്കിൽ തിരിച്ചങ്ങോട്ട് എണ്ണി നോക്ക്, എന്നിട്ട് ഏതാ കൂടുതൽ ദൂരം എന്ന് വെച്ചാൽ ഞാൻ അനുസരിച്ച് ചെയ്തോന്നാണ്. ഇതിൽ നടന്നിട്ട് പകുതിയത്തെ പേർക്ക് കാര്യം മനസ്സിലായി. ജിനു ഇതിൽ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇതിൽ എങ്ങനെ വേണ്ടത് വെച്ചാൽ ഒന്ന് കൂടുതൽ ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഈ ഒരു പിടിച്ച് ഇളക്കണം. അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ വരുമ്പോഴേ ഇതിൻ്റെ മുകളിൽ നടക്കുന്നതിൻ്റെ ഒറിജിനൽ ഫീൽ ഉണ്ടാവുള്ളൂ.
ഇതിപ്പോൾ ചെറിയൊരു റോപ്പാണ് അതിൻ്റെ മുകളിൽ കെട്ടിയിട്ടാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇളകുന്നുണ്ട് കമ്പിയൊക്കെ. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ടൊരാൾ അങ്ങനെ വേണം കയറിപ്പോരാൻ. ഇത് പണ്ട് എനിക്ക് ഞാൻ തോന്നുന്നു എനിക്ക് സ്കൗട്ടിൻ്റെ ഒക്കെ ഇതുള്ള സമയത്ത് അന്ന് എങ്ങാനും ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റി. അന്നും ഇതേപോലെ തന്നെ ആയിരുന്നു, ഒരാൾ റോപ്പ് പിടിച്ചിട്ട് ഇളക്കും, പക്ഷെ അതിൻ്റെ മുകളിൽ നമ്മൾ പിടിച്ച് ചപ്പാത്ത എത്തണം. ആ ഒരു ഇത് അന്ന് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അതേപോലത്തെ ഒരു ഇതാണ്, ടാസ്ക്കാണത്. ഇത് നമ്മളിപ്പോൾ ഒരാളിങ്ങനെ സിമ്പിളായിട്ട് നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഇത് ഇളക്കി ആ ഒരു ഫീലിംഗ് കിട്ടുന്ന സമയത്താണ് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നടന്ന് വരുന്നതിൻ്റെ ഒരു ഫീലിംഗ് അത്ര ഒരു ബുദ്ധിമുട്ടോടെ നമുക്ക് അതിൻ്റെ ഒരു ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ കയറിയപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒറ്റയ്ക്ക് കയറിയിട്ട് കാര്യമില്ല എന്നുള്ളത്. നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത നമുക്ക് എന്താ പറയുക, ഈ ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറുക എന്നുള്ളതാണ്. പിന്നെ ആക്ച്വലി എന്താ പേര് എന്നറിയില്ല കേട്ടോ, കാരണം ഞാൻ നോക്കുന്ന സമയത്ത് നമ്മൾ പഴയ ഊഞ്ഞാൽ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുന്നതാണ് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റൂല എന്ന് ഞാൻ വിചാരിച്ചു, കാരണം എൻ്റെ ബോഡി അത്യാവശ്യം തടിച്ചതുകൊണ്ട് അപ്പോൾ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ കുഴപ്പമില്ലാതെ കയറിപ്പോന്നു. പക്ഷെ എനിക്കത് കയറണമെന്നും ആഗ്രഹമുണ്ട്, കാരണം ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. കാരണം കുറച്ച് പൊക്കത്തിൽ നടന്നു പോകാൻ, ഇതൊക്കെ പണ്ട് നമ്മൾ ഓരോ റീല് കാണുന്ന സമയത്തൊക്കെ നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കുന്നതാണ് ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഇത് വലിയ കുഴപ്പമില്ലാതെ കംപ്ലീറ്റ്. പക്ഷേ ഇതിലൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാല് കറക്റ്റായിട്ട് നമ്മളത് ബാലൻസ് ചെയ്തിട്ടില്ല എങ്കിൽ ഫ്രണ്ടത്തെയും അതുപോലെ തന്നെ ബാക്കത്തെയും ആ ഒരു ഇത് വന്നിട്ട് നമ്മളെ കാലിൻ്റെ മുകളിൽ അടിക്കും. അതടിക്കുന്ന സമയത്ത് നല്ല വേദനയാണ്, കാരണം ഇതൊരു നല്ല ഉറപ്പുള്ള ഇത് തന്നെയാണ്. അപ്പോൾ അത് കാലിനെ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പെയിൻ വരും. അപ്പോൾ അത് നല്ലോണം ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്കത് നല്ല പ്രശ്നം വരും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ കുട്ടികളാരെയും വന്ന് പിടിച്ചു തരാൻ നോക്കുക നമുക്ക്. പക്ഷേ അത് ആക്ച്വലി അത് ഒരു അപകടമാണ്, കാരണം അവരോട് അങ്ങനെ ചെയ്യരുത് പറയണം. ഞാനിപ്പോൾ സിനിമയോട് അങ്ങനെ മാറിക്കാൻ പറഞ്ഞാണ്. കാരണം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലോണം നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രണ്ട് ഊഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലൊരാൾ വന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കൈക്കൊക്കെ വന്ന് അടിയിട്ട്. അപ്പോൾ നമ്മളെ വെയിറ്റും കൂടെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള അടിയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ മാക്സിമം അങ്ങനത്തേലൊക്കെ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കാം. പിന്നെ ഞങ്ങൾ രണ്ടാമത് കഴിഞ്ഞപ്പോൾ ആദുവിന് ഒന്ന് കയറ്റി. ആദുവിനെ നോക്കിക്കാണ് സീനും ഞാനും എല്ലാവരും കയറിയപ്പോൾ. അങ്ങനെ ആദുവിനെ എൻ്റെ മുകളിൽ കയറ്റി. ആദ്യം ഞാൻ കാലെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത്, പിന്നെ അവൻ്റെ കാല് ചെറുതല്ലേ, അവനെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ എന്നാലും അവനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അവന് കാലൊക്കെ വെച്ച് നോക്കുന്നു, പക്ഷേ കാല് വെക്കുന്നത് പുറത്തേക്ക് ആയി പോകുന്നുണ്ട്. അങ്ങനെ 2-3 സ്റ്റെപ്പ് ഞാൻ കൊണ്ടുവന്ന് പിന്നെ അടുത്ത അവന് പറ്റുന്ന വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് അങ്ങനെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ തൊട്ടടുത്ത് ഒരു ബ്രിഡ്ജ് കയറി. അപ്പുറത്ത് നേരെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ അവിടേക്കും നടന്നിട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം. അറിയുന്ന ഒരാളുടെ അവരൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയ സമയത്താണ് അത് ഈ പുഴ നല്ലോണം കാണുന്നത്. അത് പുഴ കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വെള്ളം, അതുപോലെ തന്നെ മഴ, അതുപോലെ പുഴ. വെള്ളം കണ്ട അപ്പം അതിലേക്ക് എടുത്ത് ചാടാൻ നോക്കും. അപ്പം അവൻ്റെ ഭാഷ പറയുന്നത് താ അതിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഈ താ പറയുന്നത്. വെള്ളം കണ്ടാൽ അതിലേക്ക് എടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചാടാൻ നോക്കും. അതാണ് അവന്. നമ്മുടെ പുഴയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ചാടാൻ നോക്കും. അപ്പോൾ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കാനും പിന്നെ അതുപോലെ തന്നെ പുഴയിൽ മഴയത്ത് കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇവിടെ ഉള്ളിലിങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടാണല്ലോ, അപ്പം കുറച്ച് ദൂരം അതിലങ്ങനെ നടത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവന് നടന്ന് തുടങ്ങുന്നൊരു ടൈമാട്ടോ നമ്മളിവിടെ പാർക്കിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ യായയിലെ പോകുന്നോ അതിലങ്ങനെ പോകാനാണ് അതിൻ്റെ പ്ലാൻ. കുറച്ച് നേരം യായൻ്റെ ബേക്കിൽ നടന്ന്, യായ സീനുവിനവനെ യായ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യായൻ്റെ ബേക്കിൽ കുറച്ച് നേരം നടന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇവനെ വിടാനും പേടിയാണ്, കാരണം ഇവനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ സൈഡിലത്തെ കമ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വലിയ ഹോളുണ്ട്. അപ്പോൾ അതിലങ്ങനെ ചിലപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ബേക്കിൽ ഒരാൾ നിർബന്ധമായിട്ടും വേണം.
പിന്നെ കുറച്ചപ്പുറത്ത് പോയപ്പോൾ അവിടെ ഇതേപോലെ നിരങ്ങുന്ന സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറി സിനുവിനെയും ആദുവിനെയും ഒക്കെ നിരങ്ങി കുറച്ച് നേരം കളിച്ച അവിടെ. ആദുവിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയി വരുന്നുണ്ട്. കാരണം അവന് ഇതേപോലെ നിരങ്ങാൻ സ്വന്തമായിട്ട് നിരങ്ങാനൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ സിനുവിനെ അവിടെ നിരങ്ങാനാക്കി. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് തന്നെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പം ഞാനും ചിന്നു കുറച്ച് നേരം അവിടെ ഇരുന്ന്. എന്താ 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 കുതിര എന്തേ വീണ് വീണ് ചെറിയൊരു ഗ്യാപ്പിട്ട് ഇപ്പോൾ ആരും ഇല്ലാന്ന് കണ്ട് ഞാനൊരു ആഗ്രഹം ഇതിന് മുകളിൽ നിന്ന് ഇറങ്ങിയേക്കണം. അങ്ങനെ പോയി നിരങ്ങിയതാണ്. ആരും അറിയില്ല, സൗണ്ട് ഉണ്ടാവില്ല വെച്ചാൽ പോയി നിറയുന്നത്. പക്ഷേ ആ റോളർ ഉള്ളതിൻ്റെ മുകളിലാണ് ഇറങ്ങി. നമുക്ക് അറിയില്ല സൗണ്ട് ഉണ്ടാവുന്നുള്ളത്. നിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല സൗണ്ടായി. പിന്നെ ഏതായാലും ഇൻട്രസ്റ്റ് ആയി, ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു 2 റൗണ്ട് കൂടി അങ്ങനെ അന്നേരം കളിച്ച് തിരിച്ചു പോകും. അങ്ങനത്തെ നാടിരി പൊരി 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 പൊരി. ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് പോകുന്നു കേട്ടോ. നടന്ന് പോകുന്ന വഴിക്ക് അവിടെ ടർക്കി കോഴിയും അതുപോലെ താറാവൊക്കെ ഉണ്ട്. ഈ ആദുവിനാണെങ്കിൽ ഒരു സാധനത്തിനെ പേടിയില്ല. ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട്. ടർക്കിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് കേൾക്കുമ്പം തന്നെ ഒരു എന്താ പറയുക, ആദ്യമൊക്കെ അങ്ങനത്തെ ഇതിലൊരു പേടിയാണ്. പക്ഷേ ഇപ്പോൾ ഇവരൊന്നും സംബന്ധിച്ചിടത്തോളം ഒരു പേടി ഞാൻ കാണുന്നില്ല. അപ്പം പിന്നെ അതിനോട് അങ്ങോട്ട് എന്താ പറയുക, എന്തെങ്കിലും പറഞ്ഞു കണ്ട് അതിനെ കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിക്കുകയാണ് ചെയ്യുന്നത്. താറാവാണ് അരയനാണ്. ഇവരെ രണ്ടാളെയും കൊണ്ട് ഇതിൻ്റെ അടുത്ത് നിന്നാൽ മിക്കവാറും ആ കൂട്ടുന്നത് ഇറങ്ങി വന്നുകൊണ്ട് കടി തരും തോന്നിയതിനെ കൊണ്ട് പതുക്കെ അവനെ കൊണ്ടാണെന്ന് പോകാൻ നോക്കി. പക്ഷേ അതെന്തെന്നാലും അവിടെ നിന്ന് പോരൂല. അത് ബാക്കോട്ടാ അതിൻ്റെ അടുത്തേക്ക് തന്നെ പിന്നെയും പോകുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിലൊരു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി നല്ലൊരു വ്യൂ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഫുള്ളായിട്ടില്ലാന്ന് തോന്നുന്നു. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആദുവിന് അവിടുന്ന് വെള്ളത്തിലേക്ക് നോക്കി കണ്ട് എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, മീനി എന്നൊക്കെ പറയുന്നുണ്ട്. സിനുവിനാണെങ്കിൽ പേടിയാവും, കാരണം ഹോളിൻ്റെ ഉള്ളിൽ കൂടി താഴോട്ട് വീണു പോകുന്നുള്ളത്.
ഭയങ്കര കെയറിങ് ആണ് സിനു അതുതന്നെ. എന്നെക്കൊണ്ട് ഞങ്ങൾക്ക് സുഖമായി, കാരണം ഓൻ നോക്കിക്കോളും കുറച്ചൊക്കെ. ഇവരെ രണ്ടാളെയും കൊണ്ട് ഇതിൻ്റെ മുകളിൽ അധികം നേരം നിൽക്കാൻ കഴിയില്ല, കാരണം രണ്ടാളും എന്താ പറയുക ഓടി നടക്കുകയാണ്. അതുമാണ് പ്രത്യേകിച്ച് സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് നടന്നുണ്ട്, കാരണം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ, ഞാനും ജിനൊക്കെ ഒരുപാട് മുന്നേ ഇവിടെ വന്നിട്ടുള്ളതാണ്. വന്ന സമയത്ത് ഇവിടെ ഇത്ര ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറഞ്ഞ ആക്ടിവിറ്റീസ് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഒരുപാട് കൂടുതൽ ആക്ടിവിറ്റീസ് വന്ന്, ഇപ്പം എന്താ പറയുക, കാണാനും അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം വന്ന സമയത്ത് ഇവിടെ ഈ ഒരു മുള വെച്ചിട്ടുള്ളൊരു ഈ ഒരു വീട് പോലുള്ള ഈ ഒരു റൂം ഇത് ആദ്യം മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഒരുപാട് സമയത്ത് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പോൾ അതെന്തോ പൂട്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളൊരു പണ്ടത്തെ ഒരു കാളവണ്ടി ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരുന്ന്. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളത് ഈ ആദൂനും പിന്നെ അതുപോലെ തന്നെ സിനുവിനും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് എന്തോ കളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നുമില്ല. കുറച്ചൊക്കെ പോന്നപ്പോഴാണ് അവിടെ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ സിനുവിന് ട്രാക്ടറിൽ കയറി കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അതിലും കയറി കളിച്ച്. അത് പണ്ടൊരു ട്രാക്ടറിൽ ഇരുന്നൊരു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത്, കൊടുകിൽ പോയ സമയത്ത് ആളെ വീട്ടിലത്തെ ട്രാക്ടറിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ സിനു പറയുന്നുണ്ട് സിനുവിന് ഇങ്ങനെ കയറണം കയറണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അത് കണ്ട സമയത്ത് അവനെ കയറ്റി കുറച്ച് നേരം അതിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഫുള്ള് വെളിച്ചവും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടോ. ഈ വെളിച്ചിടുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭംഗി മാറി മാറി വരാൻ തുടങ്ങി, കാരണം നൈറ്റ് വ്യൂസ് കുറച്ചുകൂടി നല്ലൊരു വ്യൂ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ അതുപോലെ തന്നെ ഇരിക്കാനും കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ഞങ്ങൾ സത്യത്തിൽ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, രണ്ടാളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള നേരം ഉണ്ടാവില്ല. കാരണം ഇവരെ നോക്കാൻ തന്നെ വേണം 2-4 ആൾക്കാരെ കണ്ണ്. അപ്പം ഇവർ രണ്ടാളെയും കൊണ്ട് വന്നാൽ അങ്ങനത്തെ ഞങ്ങൾക്കൊന്നും വർത്താൻ പറഞ്ഞിരിക്കാനൊന്നും നടക്കില്ല. കാരണം ഇവർ രണ്ടാളെയും നോക്കണമല്ലോ. അല്ലെങ്കിൽ രണ്ടും കണക്കാണ്, രണ്ടും ഇല്ലെങ്ങനെ പോകാമെന്ന് പറയാൻ പറ്റില്ല. അടുത്ത സിനിമ ഇതിൽ കയറണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കയറാൻ വേണ്ടി വന്ന് നോക്കുന്ന സമയത്ത് അവൻ പറയുന്നത് അതിലുള്ള എല്ലാവരും പോയിട്ടേ ഞാൻ കയറുന്നുള്ളത്. അങ്ങനെ പിന്നെ അതെന്തായാലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കി കുറച്ച് നേരം ജീപ്പൊക്കെ പോയി ഓടിച്ച് കളിച്ച്. പിന്നെ എല്ലാവരും കൂടി ഇതിൽ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. ഇവിടെ കുറച്ച് നേരം കൂടി സംസാരിച്ച് അങ്ങനെ ഇരുന്ന്. സിനുവിനെ അതിൽ പോയി ചൊല്ലിച്ചാണെന്നാണ്. പക്ഷേ ഓന് എന്താ അതിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട്, അറിയാത്ത കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ പോകാനൊരു താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിൽ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടിരിക്കുന്നത് ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോയി. പക്ഷെ പോയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടോ. സിനുവിന് അതിൽ കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടവും പിന്നെ അതുപോലെ തന്നെ വെറുതെ കുറേ വാശിയുണ്ട്. എല്ലാം കൂടെ കൊണ്ട് ഞങ്ങളെ പിടിച്ച് കറക്കുന്നതാണ്. ഓനൊരാൾ വിചാരിച്ചതൊക്കെ കറങ്ങുമെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഓനാണ് ഈ കറക്കുന്നത്. ഞങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തിങ്ങാണ്ട് കറക്കുകയാണ്. പക്ഷേ കുറേ കറങ്ങിയപ്പോൾ പിടുത്തം കൊണ്ടെന്ന് തോന്നി, കാരണം ഓൻ നല്ല സ്പീഡിൽ തന്നെ കറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു ഇതേപോലത്തെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അതിൽ കയറി കുറച്ച് നേരം ആദുവിന് സിനുവിന് ഒന്ന് നല്ലോണം ആട്ടി കൊടുത്ത്. ആദുവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഓൻ്റെ പ്രായത്തിലൊക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ഓൻ്റെ പ്രായത്തിലല്ല, ഒരുവിധം പ്രായമായതിൻ്റെ ശേഷം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഓനെ നോക്കുമ്പോൾ ബെറ്ററാണ്. ഓൻ എല്ലാ കാര്യങ്ങളും കയറി നോക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മറ്റേ തോണി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കയറിയിട്ടോ
തുണി കയറി, പക്ഷേ ഇതിൽ നിന്ന് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അത് വല്ലാണ്ട് പേടിച്ച് കഴിഞ്ഞിട്ട് കയറി അതേപോലെ ഞങ്ങൾ തിരിച്ചിറങ്ങി. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പേടിച്ച് ചെക്കൻ ആകെ ഒരു ശ്വാസം വിടാ അതൊരു ഇരുത്തായിരുന്നു ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങിപ്പോന്നു. സമയം നല്ല ഇരുട്ടായി, അതായത് ഒരു 7 മണി 7:30 ആയ സമയമായി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണായി. അപ്പം കുറച്ച് ഞങ്ങൾ പോകാനും ടൈമായിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി നേരം ഒന്ന് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സിനിമ എന്താ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് വെള്ളവും പിന്നെ അവിടെ പോപ്കോണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് നേരം കൂടി അതിനുള്ളിൽ അങ്ങനെ സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിച്ച് പിന്നെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ആദ്യമായിട്ടൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം സമയം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തിരിച്ച് പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്ന് സിനുവിൻ്റെ മുടി വെട്ടാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ ബാർബർ ഷോപ്പിൽ കയറി മുടിയൊക്കെ വെട്ടി. ഇവിടെ അടുത്ത് കണ്ട അടങ്ങി കിടക്കുന്ന, ഒന്നും മിണ്ടാതെ അടങ്ങി കിടക്കുന്ന ബാർബർ ഷോപ്പിലാണ്. സാധാരണ ഇങ്ങനെ നല്ല എവിടെ പോയി കഴിഞ്ഞാലും ഭയങ്കര ആക്റ്റീവാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്നും അനങ്ങുന്നില്ല. അങ്ങനെ എന്താ സംഭവം നോക്കിയ സമയത്താണ് മനസ്സിലായത്, തൊട്ടപ്പുറത്തെ പിക്ചറിൽ കാണുന്ന കണ്ണ് കണ്ടിട്ട് പേടിയായിട്ട് നിൽക്കട്ടോ. ഒന്നും അനങ്ങുന്നില്ല, ഫോണും വേണ്ട ഒന്നും വേണ്ട, മിണ്ടാതെ കുത്തിരിക്കുന്നുണ്ട്. ഫോണിൽ കളിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നിർത്തും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.